ഹലോ ഗൈസ്, ഇന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ടിരുന്നപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യമാണ്. മനസ്സിൽ വന്ന കാര്യമല്ല, ഒന്ന് രണ്ട് കേസ് കെട്ടുകൾ കണ്ടുകൊണ്ട് അങ്ങ് ഇട്ടേക്കാമെന്ന് വെച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വഴി അറിയത്തില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പോകണം. ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ചു പോകണം. കാരണം ഇത് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ എന്ന ബാഹുബലിയുടെ ഒരു പ്രോഡക്റ്റായ ഗൂഗിൾ മാപ്പ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കൊടുത്തേക്കുന്ന വഴി കണ്ട് അല്ലെങ്കിൽ വഴി അറിയാത്ത വഴി തപ്പിപ്പിടിച്ച് പോകാനായിട്ടും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഗൂഗിൾ മാപ്പ് തന്നിരിക്കുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പ് തപ്പിപ്പോയിട്ട് കുഴി ചാടുന്ന ആൾക്കാരുടെ വാർത്തകൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ പറയുക, ഈ ഇടവഴികളിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ആരോടെങ്കിലും ചോദിക്കണം, ചേട്ടാ ഈ വഴിക്ക് പോകുന്നത് എങ്ങനെയാണ്, ആ വഴിക്ക് പോകുന്നത് എങ്ങനെയാണ്, ഇതിലേ ചെല്ലണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കണം. ഇതല്ലാണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല കുഴിയിലോ അല്ല വല്ല കാട്ടിലോ അല്ലെങ്കിൽ വല്ല പാറമടയിലോ വല്ല കുളത്തിലോ ഒക്കെ പോയി ചാടും. അപ്പം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവമുണ്ട്. ഒരു 4-5 കൊല്ലം മുന്നേ ഒരു യാത്ര പോയി. ഒരു ഇടുക്കി യാത്രയാണ്. അഞ്ചുരുളിയൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞ് കോട്ടയത്തു നിന്ന് വണ്ടി പിടിച്ച് കൂട്ടുകാരുമായിട്ട് പോയി. അപ്പോൾ മുന്നേ പോയ കൂട്ടുകാരൻ പറഞ്ഞ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാമെന്ന്. അങ്ങനെ അഞ്ചുരുളി തപ്പി ചെന്ന് വഴി നോക്കി ലാസ്റ്റ് ഒരു കപ്പക്കാലയുടെ അറ്റത്താണ് ചെന്ന് തീർന്നത്. ഒരു അടി കൂടെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് മുത്തി താഴെ കിടന്നേനെ. അപ്പോൾ അത് എനിക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും, ഞാൻ മാത്രം ഞങ്ങളുടെ കൂട്ടുകാർക്ക് പറ്റിയൊരവസ്ഥയാണ്. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഒരു വഴിക്ക് പോയിട്ട് ഒരു വളവ് തിരിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്തേക്ക് വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയിട്ട് 5 കിലോമീറ്റർ ചുറ്റിപ്പോയൊരവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കഥ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതല്ല സംഭവം. ശരിക്കും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എളുപ്പത്തിൽ, കർണാടക സ്വദേശി, എളുപ്പത്തിന് ഗൂഗിൾ മാപ്പ് തപ്പിച്ചെന്ന് പോയത് ഒരു കൊടുങ്കാട്ടിനകത്ത് ചെന്ന് കയറിയത്. ഒരു ഭിന്നശേഷിക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ, അതായത് നമുക്ക് അപ്പുറത്ത് സൈഡ് സപ്പോർട്ടുള്ള ടൈപ്പ് സ്കൂട്ടറാണ്. ആ സ്കൂട്ടറുമായിട്ട് അയാൾ എന്നത് കൊടുങ്കാടിനകത്താണ്. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം കിട്ടിയ നമ്പറിൽ വിളിച്ച് എന്താ പറയുക, ഏതോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കിട്ടി. അങ്ങനെ അദ്ദേഹം തിരിച്ച് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കാട്ടിനകത്ത് വല്ലോ കാട്ടുമൃഗവും പിടിച്ച് അദ്ദേഹത്തിൻ്റെ കഥ ഇവിടെ കഴിഞ്ഞേനെ. പക്ഷേ ഇത് ഒക്കെ ഓരോ ഉദാഹരണങ്ങളാണ്, ന്യൂസിൽ വരുന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു നാടക ട്രൂപ്പിൻ്റെ വണ്ടി പോയി അപകടത്തിൽപ്പെട്ട് 2 പേരും മരിച്ചു. അതുപോലെ തന്നെ കോട്ടയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. കാറുമായിട്ട് അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന് 2 പേര് നേരെ പോയി ചെന്ന് തോട്ടിച്ചാടിയ അവസ്ഥയുണ്ട്. കാറുമായിട്ട് വഴി അറിയത്തില്ല, വളവും തിരിവും ഒന്നും അറിയത്തില്ല, എതിരെയോ മാപ്പ് നോക്കി പോയി നേരെ പോയി തോട്ടിച്ചാടി. അങ്ങനെ പലർക്കും വഴി തെറ്റുന്നുണ്ട്. നമ്മൾ ചെല്ലുന്നതിൻ്റെ അറ്റം വഴി കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ അറ്റത്ത് ചിലപ്പോൾ അപ്പുറത്ത് ഒന്നെങ്കിൽ തോടോ അല്ലെങ്കിൽ വലിയ എന്താ പറയുന്നത് കൊക്കയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഗൂഗിൾ മാപ്പിനെ. ഗൂഗിൾ മാപ്പിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം ഹൈവേസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം മേ ബി രക്ഷപ്പെടാം. അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറയുന്ന ചെറുവഴികളിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോക്കായി പോവും. അതുകൊണ്ട് കാലങ്ങൾക്ക് മുന്നേ എന്താ പറയുക, അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ. ലാലേട്ടൻ ഇങ്ങനെ വഴി ചോദിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് ചേട്ടാ എങ്ങോട്ടാണ് പോകേണ്ട, ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്തുമെന്ന് ചോദിക്കും. നമുക്ക് ചോദിച്ചു പോകാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെതായ നൈസ് പ്രകടനം നടത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ വാക്ക് അർത്ഥവത്താകുന്ന കാര്യമാണ്. മുന്നോട്ടേക്ക് നമ്മൾ നോക്കണ്ട. കാരണം ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ ഒരു ഏടാണ് ഗൂഗിൾ മാപ്പ്. അവർ തന്നിരിക്കുന്ന ഒരു ആൾക്കാർക്ക് സഹായകരമാകുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്ത ഒരു സംവിധാനമാണ്. പക്ഷേ അത് സഹായത്തിന് പകരം പല സമയത്തും നമ്മൾ അപകടം, ജീവൻ വരെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി കുഴി ചാടി അല്ലെങ്കിൽ മറ്റപകടത്തിൽപ്പെട്ട ജീവൻ വരെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഇടറൂട്ടുകൾ എടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തൽക്കാലത്തേന് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് ഒരിക്കലും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. നമ്മളിപ്പം ചെല്ലു എന്നും പറഞ്ഞ് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ തൊട്ടടുത്ത് 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു 500 മീറ്റർ 1/2 കിലോമീറ്റർ അപ്പുറേ നമ്മൾ എത്തേണ്ട സാഹചര്യത്തിൽ പോലും നമ്മൾ എന്താ പറയുക, കറങ്ങിത്തിരിഞ്ഞ് ഗൂഗിൾ മാപ്പ് നോക്കി ഒരു 5, 6, 10 കിലോമീറ്റർ കറങ്ങേണ്ട അവസ്ഥകൾ വരുന്ന സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് തോന്നിയത്.